ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ എസിനെ കുറിച്ചാണ്. അപ്പോൾ കുറേ കമൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട് സാംസങ്ങിൻ്റെ എസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു റിവ്യൂ പോലെ. നമ്മൾ ആക്ച്വലി സാംസങ്ങിൻ്റെ AC ഷോപ്പിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറയാറുണ്ട്, അപ്പോൾ എൻ്റെ ഒരു പരിചയമുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈൽസും അതുപോലെ തന്നെ AC അങ്ങനെ സംഭവം ഹോം അപ്ലയൻസ് സംഭവങ്ങളൊക്കെ അവിടെ പോയിട്ട് നമ്മൾ നോക്കുന്നത് വെച്ചാൽ നമുക്ക് വീട്ടിൽ കൊണ്ടിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് ആക്ച്വലി ടെസ്റ്റിങ്ങും ചെറുതായിട്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഓവർവ്യൂ ഒക്കെ നോക്കാറുള്ളത്. അപ്പോൾ ഈ സാംസങ്ങിൻ്റെ പുതിയ AC ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഇവർക്ക് ഓൾറെഡി ഉണ്ട് വിൻഡ് ഫ്രീ AC പണ്ട് ഇറക്കിയിരുന്നു. വിൻഡ് ഫ്രീൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്കതിൽ അതിൻ്റെ ബോഡിയുമ്പോൾ ഫുള്ള് ഇങ്ങനെ ഡോട്ട് അതിങ്ങനെ ഒരു ചെറിയ ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അതിൽ കൂടെയാണ് അവർ എയർ സക്കിങ് സംഭവമൊക്കെ. അപ്പോൾ അത് ബ്ലോക്ക് ആവുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ എന്താ പറയുക, ബീസ്പോക്ക് AI വിൻഡ് ഫ്രീ എന്നൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. 2025 മോഡലാണ്. സംഭവം കിടലൻസ് ആണ്. ഞാൻ ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതും പോരാണ്ട് അതിൽ 5 കൊല്ലം ഫുൾ വാറണ്ടി സംഭവം വരുന്നുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അത് മാത്രമല്ല, നമുക്ക് ഇതിന് ആക്ച്വലി ആമസോണിലൊക്കെ പ്രൈസ് വരുന്നത് 1.5 ടണ്ണിന് 3 സ്റ്റാറിന് നമുക്ക് 39 രൂപയ്ക്കൊക്കെ നമുക്കിതിപ്പോൾ 37 രൂപയ്ക്ക് നമുക്ക് ആക്ച്വലി HDFC കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഡീൽ തന്നെയാണ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പാനസോണിക്കിൻ്റെ 1.5 ടണ്ണിൻ്റെ 3 സ്റ്റാർ ഹോട്ട് ആൻഡ് കൂൾ മോഡലാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 43-44 റേഞ്ചിൽ വരുന്നുണ്ട്. സ്മാർട്ട് തന്നെയാണ്, ഇതും സ്മാർട്ട് തന്നെ. നമ്മളിപ്പോൾ പറഞ്ഞത് സ്മാർട്ട് തന്നെയാണ്. ഇതാണ് എൻ്റെ AC റിമോട്ട്. നോർമൽ പാനസോണിക്കിൻ്റെ അല്ല, അത് കുറച്ച് ഹൈ മോഡലാണ്. അപ്പോൾ ഇത് 2020 പാനസോണിക് 2025 മോഡൽ അവർ പതുക്കെ ഫുള്ളായിട്ട് ഇറക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് അവരുടെ പുതിയ റെവലാണ്. ഇതിൻ്റെ പടമൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ എന്തായാലും ഇതിൻ്റെ ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആമസോണിലത്തെ. ഇതിൻ്റെ നമുക്ക് കുറച്ച് സ്പെസിഫൈഡ് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് 5 ഇയർ കോംപ്രഹെൻസീവ് വാറണ്ടി വരുന്നുണ്ട്. 6000 വാട്ടിൻ്റെ മാക്സ് കൂളിംഗ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. അതായത് നല്ല പെട്ടെന്ന് കൂളാവും. നമുക്ക് കൂൾ CO at 58 ഡിഗ്രി വരെ നമുക്കിത് 58 ഡിഗ്രി ആയാലും നമുക്കിത് കൂളിംഗ് തരും. അതുപോലെ തന്നെ 4-way സ്വിങ് വരുന്നുണ്ട് ഈ പ്രൈസിന്. പിന്നെ നമുക്ക് എനർജി മോഡ് എന്ന് പറഞ്ഞാൽ 30% എനർജി കൺസപ്ഷൻ കുറയ്ക്കാനുള്ള ഒരു മോഡൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സാംസങ് സ്മാർട്ട് തിങ്സ് ആയിട്ട് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സാംസങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. സ്മാർട്ട് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറിയായിരിക്കും. അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറിയണ്ടായിരിക്കും. എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് സ്മാർട്ട് തിങ് ഒരു ആപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ഭയങ്കര ലോ നോയ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് AI ഫാസ്റ്റ് ആൻഡ് കംഫർട്ട് കൂടുന്ന മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ എനർജി മോഡിന് സംഭവം നമുക്ക് 30% വരെ എനർജി കൺസപ്ഷൻ കുറയ്ക്കുന്നതാണ് ആക്ച്വലി ബ്രാൻഡും കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഇതിൽ നമുക്ക് AI ഡയഗ്നോസിസ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആമസോൺ അലക്സിങ് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറച്ച് സ്പെസിഫൈഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൺവേർട്ടബിൾ AC ആണ്, അത് ഓൾറെഡി പറയണ്ടല്ലോ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ 2025 ഒരു 25 ഒരു AC എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്. അതായത് അത് കൺവേർട്ടബിൾ ആണോ എന്ന് നോക്കണം, സ്മാർട്ട് ആണോ എന്ന് നോക്കണം, ഇൻവെർട്ടർ ആണോ എന്ന് നോക്കണം. ഇതാണ് മെയിൻ 3 സംഭവങ്ങൾ. അതായത് എന്തുകൊണ്ടും അത് മാത്രമല്ല, ഒരെണ്ണം കൂടി ഉണ്ട്. അതായത് അതിൻ്റെ ഫിൽട്രേഷൻ എത്ര 2.5 PM ഫിൽട്രേഷൻ ഉണ്ടോ എന്ന് നോക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വെച്ചാൽ നമുക്കിപ്പോൾ നല്ല പൊല്യൂഷൻ കേരളത്തിലൊക്കെ നല്ലപോലെ പൊല്യൂഷൻ ആയി തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ നമ്മുടെ നിങ്ങൾക്കറിയാം ഡൽഹിയുടെ കാര്യമൊക്കെ അറിയാമല്ലോ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പൊല്യൂഷനായി. ഞാനൊക്കെ എൻ്റെ റൂമിൽ എയർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാറിലും എയർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ അലർജിയും ആസ്മാറ്റിക് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പോലെ അറിയാൻ പറ്റും. പറയുമ്പോൾ ഞാൻ എൻ്റെ റൂം അങ്ങനത്തെ ഒന്നാമത് നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് വാങ്ങിക്കല്ലേ, പേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ജലകളും കാര്യങ്ങളും തുറക്കാറില്ല. എന്നിട്ട് പോലും ഒരു 2 മാസമായി കഴിഞ്ഞാൽ പൊടി അടിച്ചു കയറി പൊടി പടർന്ന് അങ്ങനെ ആകെ എല്ലാം പരി എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത്രയും ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മുടെ എൻവയോൺമെൻറ്റിലുണ്ട്. അപ്പോൾ ഫിൽട്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. പറയുമ്പോൾ ACയിലത്ത് വരുന്ന ആൻറ്റിവൈറസ് ഫിൽട്രേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയൊരു സംഭവമാണ്. എന്നാലും കിട്ടിയത്രേ ഉള്ളൂ. അപ്പോൾ അതും അറ്റ്ലീസ്റ്റ് അത് ഉള്ളെങ്കിലും വാങ്ങിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു വന്നിട്ട്. അപ്പോൾ സാംസങ്ങിൻ്റെ AC ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ മോഡൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. അതുപോലെ തന്നെ നമുക്ക് 5 ഇയർ വാറണ്ടി വരുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ വാറണ്ടിയുടെ കാര്യം സർവീസിൻ്റെ കാര്യം പറയണ്ടല്ലോ, നമുക്ക് സർവീസ് സെൻറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പം. ഞാൻ ഓൾറെഡി മുമ്പും പറഞ്ഞിട്ടുണ്ട്, വിൻ ഫ്രീ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എടുക്കണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം കംപ്ലയിൻസ് വരുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകിച്ച് ആ ഹോളും കാര്യങ്ങളൊക്കെ അടഞ്ഞിട്ട് കുറച്ച് കംപ്ലയിൻസ് വരുന്നുണ്ട്. പക്ഷേ ഈ മോഡൽസിൽ പുതിയ ഇറക്കിക്കുന്ന മോഡൽ 2025 മോഡൽ അത് ഫിക്സ് ചെയ്തെന്നാണ് ബ്രാൻഡും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ ആക്ച്വലി അവരുടെ ഷോപ്പിലും ഞാൻ പറഞ്ഞല്ലോ ചോദിച്ചപ്പോഴും അവർ അത് തന്നെ പറഞ്ഞിട്ടാ. അപ്പോൾ 2025 മോഡലാണത്. ബീസ്പോക്ക് AI AR60F എന്ന് പറഞ്ഞൊരു മോഡലാണിത്. ഞാൻ ആക്ച്വലി എന്തായാലും ഇതിൻ്റെ 1.5 ടണ്ണിൻ്റെയും 1 ടണ്ണിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ആമസോൺ ത്രൂ തന്നെ വാങ്ങിക്കാം. 1 ഡേ ഡെലിവറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ എക്സ്ചേഞ്ചും വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ പാനസോണിക്കിൻ്റെ AC എക്സ്ചേഞ്ച് ആയിട്ട് എടുത്താൽ അങ്ങനെ വെച്ചാൽ നമ്മൾ ദൂരെ വെച്ച് കൊടുത്താൽ മതി. അവർ ചെക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഈ പറയുന്ന കാശ് ഫുള്ള് കിട്ടും. അപ്പോൾ ആമസോൺ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ പോലെ ഉടായ്പ ഇങ്ങനെ പരിപാടിയൊന്നും ഇല്ല. ഇവർ ആ സംഭവം അവിടെ വെച്ച് കൊടുത്താൽ മതി. അവർ നോക്കുകയില്ല, സംഭവം എടുത്തിട്ട് വെച്ചിട്ട് പോകും, അത്രേ ഉള്ളൂ കേട്ടോ. ഫുള്ള് കിട്ടും എമൗണ്ട്. അതിൽ AC അവർ പഴയ AC നോക്കുക പോലും ഇല്ല. എനിക്ക് ആക്ച്വലി അതിന് 10,000 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു പഴയ AC. അതും ഫുൾ കേടായ AC ആയിരുന്നു. അപ്പോൾ അത് നല്ല ലാഭമായിരുന്നു.
അപ്പം അതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഈ സാധനം നമുക്ക് 37-38 രൂപയ്ക്ക് കിട്ടി. ശരിക്കും ഇതിൻ്റെ പ്രൈസ് 43 സംതിങ് ആയിരുന്നു. 43 ഞാൻ കടയിൽ ചോദിച്ചപ്പോൾ 45 പറഞ്ഞവർ. അപ്പോൾ എനിക്ക് ആമസോണിൽ റേറ്റ് കുറഞ്ഞിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഞാനിപ്പോൾ ആമസോണിൽ തന്നെ വാങ്ങിക്കണം നിർബന്ധമൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എവിടെ നിന്നാണോ പ്രൈസ് കുറഞ്ഞിട്ട് ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടുന്നത് അവിടെ നിന്ന് പോയി വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഞാൻ എല്ലാ ആമസോൺ തുറന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചു വരും. പിന്നെ നമ്മൾ അവരെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഓൺലൈൻ വാങ്ങിക്കാറ്. എനിക്ക് തോന്നുന്ന സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കൂടെയും വാങ്ങിക്കാൻ പറ്റും. അത് വേറെ കാര്യം. ഞാൻ എൻ്റെ S23യും എൻ്റെ പഴയതല്ല നോർമൽ S23 അൾട്ര അല്ല S23 നോർമൽ ഞാൻ ആക്ച്വലി ആ ഒരു ഒഫീഷ്യൽ സൈറ്റിൽ കൂടെ വാങ്ങിച്ചത്. 2 എണ്ണം വാങ്ങിച്ചതും അത് കൂടെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക, ഒരു സാംസങ്ങിൻ്റെ തന്നെ എനിക്കൊരു പവർ ബാങ്ക് ഉണ്ട്. എന്താ പറയുക, എവിടെ പോയി, 2 സൈഡിൽ നമുക്ക് നമ്മുടെ ആപ്പിൾ വാച്ചല്ല സാംസങ് വാച്ചൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽസ് ഉണ്ട്. അത് ആക്ച്വലി നമുക്ക് ആമസോണിലൊക്കെ ഉണ്ട്, പക്ഷെ അതിന് വില കൂടുതലാണ്. അത് ഇവിടെ ഉണ്ടായിരുന്നല്ലേ, പോയി. അത് ഞാൻ അതെല്ലാം സാംസങ് ഷോപ്പ് എന്നൊരു സാധനം, നിങ്ങൾക്ക് ഓൾറെഡി സാംസങ്ങിൻ്റെ ഫോൺ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാംസങ് ഷോപ്പ് എന്നൊരു സാധനം ഞാൻ അതിൽ കൂടെ വാങ്ങിക്കാറ്. അപ്പോൾ അതിൽ കൂടെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആമസോൺ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടുന്നു മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആക്ച്വലി സാംസങ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാനസോണിക്കിൻ്റെയോ അല്ലെങ്കിൽ LGയുടെയോ ഡൈക്കിൻ്റെയോ വാങ്ങിക്കട്ടെ. ഈ 3 എണ്ണം ഹൈലി റെക്കമെൻഡഡ് സാധനമാണ്. പാനസോണിക്കിൻ്റെ ഒക്കെ നമുക്ക് സുഖമായിട്ട് നല്ല, ഇപ്പം എൻ്റെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന പാനസോണിക്കാണ്. നമുക്കിതിൽ സ്മാർട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എനർജി കൺസപ്ഷൻ ഒക്കെ കാണാം. അപ്പോൾ നല്ല എനർജി കൺസപ്ഷൻ, നമുക്ക് നല്ല റെഡ്യൂസ് ആയിട്ട് എനർജി കൺസപ്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ മിറായി ആപ്പ് എന്ന സംഭവമൊക്കെ ഉണ്ട്. ഇതാണ് അവരുടെ ആപ്പ്, മിറായി ആപ്പ് എന്ന സാധനം. ഇതിൽ നമുക്ക് കൺസപ്ഷനും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി 26 കാണിച്ചിരിക്കുന്നത്, ഓണാക്കി ഇട്ടേക്കുന്നുണ്ടോ. ഇതിൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഇതിൽ എനർജി കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ കാണാമോ. അത്യാവശ്യം നല്ല എനർജി കൺസപ്ഷൻ വരുന്ന സാധനം. ഞാൻ പറയുകയാണെങ്കിൽ ഉച്ചയ്ക്കും കാലത്തും വൈകുന്നേരം ഒക്കെ ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറയാറുണ്ട് നമ്മൾ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് തൊട്ട് ഫുള്ളും ഒരു അത്യാവശ്യം ഈവനിങ് വരെ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 10 മണി തൊട്ട് കാലത്ത് 6 മണി വരെ ഇടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല യൂസേജ് വരുന്നുണ്ട്. ഇതിന് കുറേ പേര് പറയാറുള്ളത് ഇതിന് നോയ്സ് വരുന്നുണ്ടെന്നൊക്കെയാണ്. പക്ഷെ ഇതിൽ ഫാൻ ഫുള്ളിട്ട നോയ്സ് ഉണ്ട്. അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ നോയ്സ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് നോയ്സ് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇതിൽ ആക്ച്വലി അത് മാത്രമല്ല, ഞാൻ ആക്ച്വലി ഫാൻ ഓട്ടോ മോഡ് ഇടാറ്. അതല്ലാണ്ട് നമുക്ക് ഇതിൽ ക്വയറ്റ് മോഡിന് സംഭവം ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ തീരെ സൗണ്ട് വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം മറക്കണ്ട, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് മറക്കണ്ട, ഫോളോ ചെയ്യാനും മറക്കണ്ട. അതിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ലിങ്ക് ഉണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ.